ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പാണ്, മെഡിറ്ററേനിയൻ സീ ഫുഡ് സൂപ്പ്. ഒരു ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ള സീ ഫുഡ് ആഡ് ചെയ്ത സൂപ്പാണ്. ഇതിനകത്ത് കുറച്ച് നമ്മൾ പച്ചിലകളൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒലിവ് ഓയിൽ, ബട്ടർ, ഗാർലിക്, ഓണിയൻ, ചോപ്ഡ് സീ ഫുഡ്, അതായത് സ്ക്വിഡ്, പ്രോൺസ് ആൻഡ് ഫിഷ്, ദെൻ സ്പ്രിംഗ് ഓണിയൻ, സെലറി, കൊറിയാണ്ടർ ലീവ്സ്, സോൾട്ട്, പെപ്പർ, ടൊമാറ്റോ പ്യൂറി ആൻഡ് ഹോട്ട് വാട്ടർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടാവട്ടെ. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് ഒലിവ് ഓയിൽ, രണ്ടാമതായി ബട്ടർ. ബട്ടർ മാത്രം ചൂടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സ്മോക്കി, അതുകൊണ്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ബട്ടർ മെൽറ്റായി. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഒരു 2 സ്പൂൺ, ഇതിൻ്റെ ഗാർലിക്കിൻ്റെ ആ ഒരു പച്ച സ്മെല്ല്, റോ സ്മെൽ മാറുന്നവരെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സോൾട്ട്, പെപ്പർ, ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ റോ സ്മെല്ലങ്ങ് മാറി നല്ലൊരു ഫ്ലേവർ, ഒരു ഗാർലിക് ഒരു ഫ്രൈ ആവുന്നൊരു ഫ്ലേവർ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കതിനകത്ത് ടൊമാറ്റോ പ്യൂരെ, ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ബേസ്, ടൊമാറ്റോ. ഒരു 1 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില, കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് സെലറി, രണ്ടും ഓരോ സ്പൂൺ മുതൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞതിൽ ഞാൻ ബട്ടറും പാലും യൂസ് ചെയ്ത റേഷ്യോയെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ എത്ര ബട്ടർ, എത്ര ഫ്ലവർ, എത്ര മിൽക്ക് എന്നൊക്കെ അവർക്ക് ഡൗട്ട് വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം ഞാൻ കഴിയുന്നതും ക്വാണ്ടിറ്റി വൈസ് തന്നെ പറയാം. ഇപ്പം ഞാൻ കയ്യിലെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പൂണിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ സെല്ലറി, 1 സ്പൂൺ മല്ലിയില, ഇത്രയാണ് ഇതിനകത്ത് ചേർത്തുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും ഫിഷും സ്ക്വിഡുമാണ്. ഇത് കണവ, ചെമ്മീൻ, മീൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഈ സീ ഫുഡെല്ലാം കുക്ക് ചെയ്യാൻ അധികം സമയം വേണ്ട, ഒരു 4 മിനിറ്റ്സ് മാക്സിമം അതിനകത്ത് അത് കുക്കാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറുകയും അതിൻ്റെ കൺസിസ്റ്റൻസി, ടെക്സ്ചർ എല്ലാം മാറും. അതുകൊണ്ടൊരു 4 മിനിറ്റ് മതി. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ചേർക്കുകയാണ്. ഇതൊരു തിക്ക് സൂപ്പല്ല, ഇതൊരു തിൻ സൂപ്പാണ്. അപ്പോൾ അധികം കട്ടിപ്പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ വേണ്ടത്. ഇപ്പോൾ വെള്ളം ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതും ചൂടുവെള്ളം ഉപയോഗിക്കുക. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്, അപ്പോഴേക്കും നമ്മൾ സൂപ്പ് റെഡി ആയിട്ടുണ്ടാകും.
എല്ലാവർക്കും വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു വിത്തിൻ 10 മിനിറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇല്ല, എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ്. ആകെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്ന ഒരു പാടേ ഉള്ളൂ. അതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ക്യാനിൽ മേടിക്കാൻ കിട്ടും. സോ യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. എൻ്റെ സുഹൃത്ത് ഒരു ചോദ്യം കൂടെ ചോദിച്ചായിരുന്നു, ഈ ഉണ്ടാക്കുന്ന ഡിഷ് നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങളൊരു ടീമുണ്ട്, ഞങ്ങളെല്ലാവരും കുറച്ച് ടേസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും തീരാനുള്ള സാധനം എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ആൻസറായിട്ട് എടുത്തോണം, ആ ചോദ്യം ചോദിച്ച ആൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ചെറിയ ബ്ലോബ് ഓഫ് ബട്ടർ, നമ്മളെടുത്ത് വെച്ച് സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യാനായിട്ട് മേളിൽ സ്പ്രിംഗ് ഓണിയൻ ഇടാം. അപ്പോൾ നമ്മുടെ മെഡിറ്ററേനിയൻ സീ ഫുഡ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. എല്ലാ ഷോകളിലും നമ്മൾ കാണുമ്പോഴേക്കും എല്ലാം നമ്മൾ സ്ഥിരം കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ടൈപ്പ് ഫുഡാണ് കൂടുതലും നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഈ സൂപ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത ലൈറ്റ് സൂപ്പാണ്. ഒരു അപ്പിറ്റൈസറായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും, കാരണം ഒരിക്കലും ഇത് ഫില്ലിങ് ആവത്തില്ല. നമ്മൾ ഈ ഒരു ക്രീം ഓഫ് ചിക്കൻ, ക്രീം ഓഫ് മഷ്റൂം, അങ്ങനത്തെ ക്രീം സൂപ്പ്സ് ആർ ഹെവി സൂപ്പ്സ്. അപ്പോൾ അത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ക്വാണ്ടിറ്റി, ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡിക്രീസ് യുവർ അപ്പിറ്റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊമോട്ടിങ് യുവർ അപ്പിറ്റൈറ്റ്. ഇതിനകത്ത് ചേർന്നിട്ട് ഇൻഗ്രീഡിയൻസ് അതെല്ലാം നമുക്കൊരു ഡൈജഷനും കൂടെ നല്ല സാധനങ്ങളാണുള്ളത്. അതിനിപ്പോൾ ഗാർലിക് ഉണ്ട്, ഈ മല്ലിയില, ഇതെല്ലാം ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ ഇത് ഒരു നല്ലൊരു സൂപ്പ്, ആദ്യം ഒരു മീൽ തുടങ്ങാൻ പറ്റിയ ഒരു സൂപ്പ് തന്നെയാണിത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ വീട്ടിലുണ്ടാക്കി ടേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വെൽക്കം ടു ടേസ്റ്റ് മന്ത്ര ടു ടേസ്റ്റ് സൂപ്പ്.